ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പെപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക. ഇത് 2 ഗ്രാമ്പും 2 ഏലയ്ക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വലിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 600 ഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നല്ല വലിപ്പമുള്ള വലിയ ഉള്ളിയല്ല, അതുകൊണ്ട് ഒരു 4 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളതാണെന്ന് വെച്ചാൽ ഒരു 2 3 മതിയാവും. ഇത് അത്ര വലുതല്ലാത്തത് കൊണ്ട് ഒരു 4 വലിയ ഉള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായി സോഫ്റ്റായി കിട്ടുന്ന പാകത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴറ്റി കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് എണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താണ്. കുറച്ച് എണ്ണ പോരാ തോന്നിയതുകൊണ്ട് ലേശം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവും. ആ ഒരു മണം മാറുന്ന വരയ്ക്കും ഒന്ന് സോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് അങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ ഒന്ന് താഴ്ത്തി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കാരണം പെട്ടെന്ന് അതാണെന്ന് വെച്ചാൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുകയും വേണം, എന്നാൽ അത് ഫുൾ ടൈം അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ നായി കിട്ടുമ്പോൾ സോഫ്റ്റായിട്ട് ആവുന്നതായിരിക്കും. ഒന്ന് അപ്പോൾ താഴ്ത്തി വെച്ചാലും മതിയാവും. ഇപ്പോൾ ഞാൻ 2 പച്ചമുളക് കൂടി അന്ന് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് എരിവിനാകെ നമുക്കിവിടെ കിട്ടാനുള്ളത് കുരുമുളകും അതേപോലെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് 2 പഴുത്ത തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി കഷ്ണാക്കി വെച്ചത് ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം വഴറ്റിയിട്ടാണോ ഇത് ചെയ്യുന്നത് അത്രയ്ക്കൊരു ടേസ്റ്റാണ് ഈ കറിക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴ്ത്തി വെച്ച് തന്നെ കുറച്ച് നേരം അധികം ഒന്ന് വഴറ്റി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വഴറ്റുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഇത്തിരി ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിലാവും. പിന്നെ ഈ ഒരു കറി പെട്ടെന്ന് ആവാനും കൂടി വേണ്ടതുകൊണ്ട് നമുക്ക് കുക്കറിൽ ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പെപ്പർ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1.5-2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. കാരണം ചില കുരുമുളക് നല്ല എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് പെരുംജീരകം കൂടിയാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടി കയ്യിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് പൊടി ചേർത്താൽ മതി. പക്ഷേ ഞാനിവിടെ രണ്ടും പൊടിക്കാതെ വെച്ചത് തന്നെയാണുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് അരച്ചെടുക്കുക പൊടിച്ചെടുക്കുക എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കതും കൂടി ഇതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് സ്ലോയിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതൊന്ന് ഒന്നും കൂടി നമുക്ക് വഴറ്റി കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച സംഭവം ഈ പൊടിച്ച് വെച്ചതൊക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ പൊടിച്ച കുരുമുളകും പെരുംജീരകവും കൂടി ഒന്ന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ആ സമയത്ത് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് ഉപ്പാണ്. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടും. പക്ഷേ അപ്പോൾ അതിനനുസരിച്ച് കുറച്ചിട്ട് വേണം പിന്നീട് ഉപ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ആദ്യം തന്നെ ഉപ്പ് ഇട്ടിട്ട് ചെയ്യണത് കാണാം, പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് മാത്രം അതിലൊന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെയും ഒരു നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയാണ്. ഏകദേശം ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. കറക്റ്റായിട്ട് ആ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് തന്നെയാണ്. കാരണം കറിയുടെ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മല്ലിയും അതുപോലെ ഉള്ളി തക്കാളിയുടെ ഒക്കെ ഒരു
നന്നായിട്ട് കുഴഞ്ഞ പരുവാകുമ്പോഴാണ് ഒരു കറിയുടെ ആ ഒരു തിക്നെസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ അത്ര ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് നന്നായിട്ട് പച്ചമണം പോണ വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ നമ്മുടെ പെരുംജീരകവും കുരുമുളകും പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ കറിക്ക് വേറെ എരിവ് ഒന്നും ചേർക്കുന്നില്ല. ആകെ നമ്മൾ 2 പച്ചമുളകാണ് നേരത്തെ ഇട്ടത്. അപ്പോൾ ആ ഒരു കറിക്ക് വേണ്ടതായിട്ടുള്ള എരിവിനനുസരിച്ച് നിങ്ങൾ കുരുമുളകിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം കേട്ടോ. കാരണം ചില കുരുമുളകിനൊക്കെ നല്ല എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മിക്സിയിലെ ജാറിലൊക്കെ ഉണ്ടായിരുന്നു ലേശം അതൊക്കെ ഒന്ന് തുടച്ച് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ലേശം വെള്ളമാക്കിയിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. കാരണം എന്തായാലും കുറച്ച് ചിക്കനൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ ഇത്തിരി വെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി അതും കൂടി ഇട്ടിട്ട് ഇനി ഇപ്പം എല്ലാ മസാലയും ആയിക്കഴിഞ്ഞു. ഇതിലേക്ക് വേണ്ടത് വളരെ ഈസിയാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ തന്നെ. അപ്പോൾ നമ്മുടെ കുരുമുളകും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുളക് പൊടിയല്ല മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ മല്ലിയുള്ള ആൾക്കാർ ആ രീതിയിൽ അത് കുറച്ച് മാത്രം അളവ് എടുത്താൽ മതിയാവും. അല്ലാത്ത ആളുകൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ആ ഒരു പൊടി ആ ഒരു അളവിലെടുക്കുക. ഇപ്പം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് കഴുകി വെച്ച ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് അതായത് കഴുകി എടുക്കുമ്പോൾ നമുക്കതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കൻ ചേർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മസാല ഒന്നും നമ്മളതിൽ ചേർത്ത് പുരട്ടി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് തന്നെ ഈ മസാല പിടിക്കണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പൊടികളും കൂടി ചേർത്തുകൊണ്ടേ കൂടുതലായിട്ട് കരിഞ്ഞ് പിടിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കുറച്ചൊന്ന് സിമ്മിൽ വെച്ച് ഈ ഒരു മസാല നന്നായിട്ട് ആവുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ. കാരണം ഈ ഒരു വഴറ്റിയെടുക്കുന്നതിൽ ആ ഒരു മസാല നന്നായി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ആ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഒന്ന് കുറച്ച് സിമ്മിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഒന്നും തീ പൊന്തിച്ച് വെച്ച് ചെയ്യരുത്. കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റേ പോവും. അപ്പോൾ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് മസാലയൊക്കെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് 2 വിസിലാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആ 2 വിസിൽ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുരുമുളകൊക്കെ നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളമാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത്. പിന്നെ ഓൾറെഡി ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് അതൊന്നും വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് എന്നാൽ അടി പിടിക്കാതെ ഇരിക്കണം. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രം വെള്ളം ഒഴിക്കുക. അപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2-3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും മതിയാവും. ഒരിക്കലും കഷ്ണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കണം എന്നില്ല. ഒരു 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത്തെ അടിച്ചു. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു വിസിൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ ശരിക്കും 2 വിസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം എടുത്തിട്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കണം. കൂടുതലായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കഷ്ണങ്ങളും വെന്തുടഞ്ഞ് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതും ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം ഈ ഒരു ചിക്കനൊക്കെ നോർമൽ കുക്കറല്ലാതെ നമ്മൾ വെക്കുകയാണെങ്കിലും സാധാ തീയിലാണെങ്കിലും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടാറുണ്ട്. ഇതാ നമ്മുടെ ആദ്യത്തെ വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ 2 വിസിൽ എന്തായാലും എടുക്കണം. അപ്പോൾ അങ്ങനെ 2 വിസിലൊക്കെ കഴിഞ്ഞ് ആവി പോകുന്ന വരെ തന്നെ വെയിറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ കൂട്ടി ആവിയൊന്നും കളയരുത്. കാരണം അതിലങ്ങനെ ഇരുന്ന് കറക്റ്റായിട്ട് ചിക്കൻ വെന്ത് കിട്ടണം. അപ്പോഴായിരിക്കും നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കുക, ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇത് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ലേശം കൂടി കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മല്ലിയിലയോ കസൂരി മേത്തിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില മാത്രം അപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഏകദേശം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പം ചെറിയ രീതിയിൽ കട്ടിക്കുള്ള ഗ്രേവിയാണ് കേട്ടോ കിട്ടുക നമുക്ക്. അപ്പോൾ അതിൽ ഗ്രേവി കുറച്ചും കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നല്ല രീതിയിൽ കുറേ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പോൾ അത് കറിയും ഇത് ഒപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയും നമ്മൾ പെപ്പർ ചിക്കനും കൂടിയാണ്. എന്തൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്ക് എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ദോശയും പെപ്പർ ചിക്കൻ കറിയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പുക്കുട്ടനപ്പോൾ കഴിക്കാൻ വന്നിട്ടുണ്ട്.
ഇനി അപ്പുവാണ് ഇവിടെ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുക. അപ്പുവിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പു മൊട്ടക്കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരത്തെയൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി വളരുമ്പോൾ ചെറിയ ജലദോഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇന്ന് അപ്പുവിൻ്റെ മുടിയൊക്കെ വെട്ടി വന്ന ദിവസമാണ്. അപ്പോൾ അപ്പുക്കുട്ടനും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.